ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ അയാളെക്കുറിച്ച് ഓർക്കാനുള്ളതൊക്കെ നമ്മൾ സൂക്ഷിക്കണ്ടേ? ആ, സാരമില്ല, എവിടെയെങ്കിലും കാണും, ഏതെങ്കിലും ആൽബത്തിലോ മറ്റോ. എനിക്കതൊന്ന് ഫോണിൽ അയച്ചു തന്നാലും മതി. മോനെ, അതിപ്പോ പെട്ടെന്ന് വേണം, എനിക്കിപ്പം തന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തോട്ട് വരാം. വേണ്ട, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. എങ്കിൽ പെട്ടെന്ന് ഫോട്ടോ അയക്കാൻ നോക്ക്. ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആരെയും ബുദ്ധിമുട്ടിന് എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഹലോ ഹലോ, എന്ത് പറ്റി ലക്ഷ്മി? എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. എന്താ കാര്യമെന്ന് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒരു പരിഹാരമില്ല. ഞാൻ ഈ കരിയിലും പുകയിലും കിടന്ന് കഷ്ടപ്പെടുന്നത് എന്റെ മോക്ക് വേണ്ടിയല്ല. അവള് പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. കടം വാങ്ങിച്ചും കൂട്ടി വെച്ചതെല്ലാം എടുത്ത് അവൾക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടും അവളെന്നെ ചതിച്ചില്ലേ? എന്തു പറ്റി? ഇപ്പോഴത്തെ ഫാഷനല്ലേ, അവൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അവക്ക് എന്നോടൊന്ന് പറയാലോ, എനിക്കൊരാൾ ഇഷ്ടമാണ്, ഞങ്ങളുടെ കല്യാണം നടത്തി തരണോന്ന്. നമ്മളൊക്കെ മണ്ടന്മാരാ. നമ്മൾ വെറുതെ മക്കളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പോയിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. അറിയോ, ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? ഒന്ന് ഫോൺ എടുക്കണ്ടേ, ഒന്ന് സംസാരിക്കണ്ടേ? ഇന്നവളുടെ പിറന്നാളാ. രാവിലെ മുതൽ അതും പറഞ്ഞോണ്ടാ സുഖമില്ലാത്ത അവളുടെ അച്ഛൻ കരയുന്നത്. ഞാനൊന്ന് ഓർക്കണ്ടെന്ന് കരുതിയതാ. വെറുതെ അവളുടെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കിപ്പോയി. ഈ ഫോട്ടോ ജീവൻ അയക്കാം. തൽക്കാലം രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ. അല്ല, ഇവരിപ്പോ എവിടെയാണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? എവിടെയോ ദൂരെയാ, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ലക്ഷ്മി, എത്ര നാൾ വരെ അവൾ അച്ഛനമ്മമാരെ ഓർക്കാതെ ജീവിക്കും? അവൾ തിരിച്ചു വരും. സമാധാനമായിട്ടിരിക്കുക. പറ്റുന്നില്ലെങ്കിൽ ഇന്നിനി ലക്ഷ്മി ജോലി എടുക്കണ്ട, അതുകൂടി ഞാൻ ചെയ്യാം. അത് വേണ്ട സുജാത, എത്ര നേരം കഴിഞ്ഞ് ഞാൻ വന്നോളാം. ഈശ്വര, എന്നോട് ക്ഷമിക്കണേ. തൽക്കാലം ജീവനെ അടക്കി നിർത്താൻ എനിക്ക് വേറെ മാർഗമില്ല. ഈ ഫോട്ടോ അവൻ അയച്ചു കൊടുക്കാം. ഇവളെ അവനൊരിക്കലും കണ്ടെത്തില്ല. ക്ഷമിക്കണേ ദൈവമേ.
ഹലോ. ഇതാണോ അമ്മ എൻ്റെ ഭാര്യ? അതെ മോനെ. താങ്ക്സ് അമ്മേ. ജീവനോടെ ഇല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയെങ്കിലും കാണാമല്ലോ. ഈ ഒരു ഫോട്ടോ മാത്രമേ അമ്മയുടെ കയ്യിലുള്ളൂ. മോനെ ഇപ്പം ഇത്രേ കണ്ടുള്ളൂ. മോനെ ഇവിടെ നല്ല തിരക്കാണ്. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? മതിയമ്മേ. അമ്മ ഫോൺ വെച്ചോ. എൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ഭാര്യയെങ്കിൽ അവളെ ഞാൻ കണ്ടെത്തും. അമ്മയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി നിർത്തും. മോട്ടർ അടിച്ചതാണല്ലോ. ആ സുജാതെ, ആ അല്ല, ഇന്ന് വന്ന പയ്യന്റെ കാര്യം എന്തായി? അത് നടക്കില്ല രാമകൃഷ്ണേട്ടാ. അയ്യോ, അതെന്ത് പറ്റി? വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കൂടെ ഉണ്ടാവണമെന്ന് അവൾ വാശി പിടിച്ചു. ഓ, ആർക്കാ അങ്ങനൊരു കാര്യം സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക? ആദിക്കും പത്മയ്ക്കും പരസ്പരം പിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദിയെ വിട്ടുപോവാൻ അവളും തയ്യാറാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനും? ഇവിടെയും ഹരിയുടെ കാര്യം അങ്ങനെ തന്നെയാ. കല്യാണക്കാര്യം പറയുമ്പോ മുഴുവനും അവ ഒഴിഞ്ഞു മാറുന്നത് കല്യാണിയുടെ കാര്യം പറഞ്ഞിട്ടാ. കല്യാണിയെ മോളെ പോലെ കാണുന്ന ഒരാള് ജീവിതത്തിലേക്ക് വരട്ടെന്നാ അവൻ പറയുന്നത്. സുജാതെ, ഇതിനൊരു പരിഹാരം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തുക എന്നുള്ളതാ. ശരിയല്ലേ? ഹരിയും ടീച്ചറും വിവാഹം കഴിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ ആദിയെയും കല്യാണിയും അവർ മക്കളായിട്ട് സ്വീകരിക്കും. ശരിയല്ലേ? ഒന്നും അറിയാത്തയാൾ പുറത്തുനിന്ന് വരുന്നതിനേക്കാൾ നല്ലത് എല്ലാം അറിയുന്നവര് പരസ്പരം കൂടിച്ചേരുന്നതല്ലേ? ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഞാനിത് എല്ലാം ശരിയാവും കേട്ടോ സുജാതെ? നിത്യമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എല്ലാരും കൂടി നിർബന്ധിച്ച നിത്യമ്മ കല്യാണം കഴിക്കോ? എന്നിട്ട് എന്നെ ഒറ്റക്കാക്കിട്ട് പോവോ? എനിക്ക് നിത്യമ്മ ഇല്ലാണ്ട് പറ്റില്ല. നിത്യമ്മ പോയാൽ ഞാനും കൂടെ വരും. മിണ്ടാതിരിക്കെ. വെറുതെ ഓരോന്നും പറയണ്ട. നിത്യമ്മ എങ്ങോട്ടാ പോകുന്നേ? വന്നവരുടെ മുന്നിൽ നിത്യമ്മ പറഞ്ഞതൊന്നും കേട്ടില്ലേ? എനിക്ക് ഒരിടത്തും പോണ്ട. അങ്ങനെ ഒരു കല്യാണവും വേണ്ട. ആദ്യം മോനെ എന്നും നിത്യമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. മോനെ, അമ്മമ്മേ, മോന്റെ ഹോംവർക്കൊക്കെ കഴിഞ്ഞോ? മോൻ പോയി ബാക്കി എഴുതിക്കും.
മോളെ രാമകൃഷ്ണേട്ടന് നിന്നോടെന്താ സംസാരിക്കാനുണ്ട്? മോളെ വേറൊന്നുമല്ല, ഇന്ന് വന്ന പയ്യന്റെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കായിരുന്നേ. സംഗതി ശരിയാ. നാളെ ആദ്യമോനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുമ്പോഴേ അവർക്ക് ചിലപ്പോൾ അതങ്ങോട്ട് മനസ്സിലാവില്ല. മനുഷ്യരുടെ സ്നേഹം മറ്റുള്ളവർക്ക് അളക്കാൻ പറ്റില്ലല്ലോ, അല്ലേ സുജാതെ? ഞാൻ മോൾക്ക് വേറൊരു ആലോചനയും കൊണ്ടുവന്നതാ. അമ്മാവനും തുടങ്ങിയോ? അമ്മാവൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അതെ, ഞാൻ ഈ പറയുന്നത് ആദിമോനെ സ്വന്തം മോനെ പോലെ സ്വീകരിക്കും. അയാൾക്ക് പിന്നെ ഒരു മോൾ കൂടിയുണ്ട്. ആ മോളെയും ആദ്യ പോലെ കണ്ടാ മതി. ആരുടെ കാര്യം അമ്മാവനീ പറയുന്നത്? അത് പിന്നെ അതെ, മറ്റേ മോനെ ഹരി. ഹരിയുടെ കാര്യമാ, അല്ലാതെ പിന്നെ ആരുടെ കാര്യമാ എനിക്ക് പറയാനുള്ളത്? അതെ മോളെ, നിങ്ങൾക്ക് പരസ്പരം അറിയാം, പിന്നെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളുവാ. എന്നാ പിന്നെ രണ്ടു കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? എന്റെ അഭിപ്രായം അത് തന്നെയാ മോളെ. നീക്കൊക്കെ ഇത് എന്താ പറ്റിയത്? ഹരിയും ഞാനും തമ്മിൽ പ്രണയമുണ്ടെന്ന് നിനക്ക് തോന്നിയോ? അല്ല മോളെ, അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ സുഹൃത്തുക്കളാ, പരസ്പരം എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എല്ലാ കാര്യവും ചെന്ന് കല്യാണത്തിലല്ലല്ലോ അവസാനിക്ക. കല്യാണിക്ക് ഒരമ്മയെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം എന്താ? കല്യാണിക്ക് ഒരു അമ്മയില്ലേ, വീണ. വീണ ഇപ്പോ അമ്മാവന്റെ വീട്ടിൽ തന്നെയില്ലേ? മോളെ, എല്ലാ കാര്യം അറിയുന്ന മോള് തന്നെയാണോ ഇത് പറയുന്നത്? ഹരിയും വീണയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നെന്നും മോള് മനസ്സിലാക്കിയതല്ലേ? മനുഷ്യർക്ക് വീഴ്ച വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തീർക്കും, എന്നിട്ട് മുന്നോട്ട് പോവും. ഒരു പക്ഷെ വീണയുടെ തിരിച്ചുവരവിന് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിലോ? അത് അമ്മയൊന്ന് ആലോചിച്ച് നോക്കി. ഹരിയുടെ വീട്ടില് ഇപ്പൊ കല്യാണിയുടെ സ്വന്തം അമ്മയുണ്ട്, അവളെ പ്രസവിച്ച അമ്മ. ഞാൻ അതിന് പകരാവോ? ആവോ അമ്മേ? അത് മോളെ, ഒരു വാശിക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ നമ്മളെല്ലാരും കൂടി ശ്രമിച്ചാൽ ചിലപ്പോ അവരെ ഒരുമിപ്പിക്കാൻ പറ്റും. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും വീണയെ മറികടന്ന് എന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമല്ലമ്മേ. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി എന്നെ നിർബന്ധിക്കരുത്.
സമ്മതിച്ചില്ല കല്യാണി. എന്റെ അമ്മയുടെയും നിന്റെ അച്ഛന്റെയും കല്യാണം നടക്കില്ല. ആദിയുടെ അമ്മയെ എന്റെ അച്ഛനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് അച്ഛനും അമ്മയും കിട്ടിയേനെ. എന്ത് രസമായിരിക്കുമല്ലേ. എനിക്ക് ടീച്ചറമ്മന്ന് വിളിക്കായിരുന്നു. അമ്മയുടെ സ്വഭാവം എനിക്കറിയാം. അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. ആദി, ഞാനൊരു വഴി പറയട്ടെ. എന്താ? ഞാൻ ഇന്നാളൊരു സിനിമയെ കണ്ടതാ. ഒരു അച്ഛനെയും അമ്മയെ ഒന്നിപ്പിക്കാൻ വേണ്ടി അവരുടെ കുട്ടികൾ നാട് വിട്ടുപോയി. നമുക്കും അതുപോലെ ചെയ്താലോ? അയ്യോ, നാട് വിട്ടു പോവാനോ? അങ്ങനെ പോയ അമ്മ വിഷമിക്കത്തില്ലേ? കുറച്ച് വിഷമിക്കും. നമുക്ക് ദൂരെ ഒന്നും പോവണ്ട. അവര് കല്യാണത്തിന് സംബന്ധിച്ചിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞാ മതി. അതിന് നാട് വിട്ടു പോവാൻ പൈസ വേണ്ടേ? നമ്മളുടെ കയ്യിൽ എവിടുന്ന പൈസ? പൈസ എവിടുന്നെങ്കിലും ഒപ്പിക്കാതെ. എന്തായാലും അച്ഛനും ടീച്ചറും തമ്മിലുള്ള കല്യാണം നടക്കണം. അപ്പൂപ്പൻ കാശ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ നോക്കിയാലോ? അമ്മൂമ്മ കാശ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കാണും, നമുക്ക് നോക്കാം. പൈസ ഇല്ലെങ്കിൽ ഞാൻ തന്നാ മതിയോ? അല്ല, എന്താ രണ്ടുപേരുടെയും പ്ലാൻ? അത് ഞങ്ങൾ മാത്രം അറിയേണ്ട കാര്യ. ആയിക്കോട്ടെ, പക്ഷേ കാശിന് ആവശ്യമുണ്ടല്ലോ. അതെന്തെങ്കിലും നല്ല കാര്യത്തിനായിരിക്കുമെന്ന് എനിക്കറിയാം. വേണ്ട, പിടിക്ക്. എന്തെങ്കിലും നല്ല കാര്യത്തിനല്ലേ? ആദി, എന്നാ നമുക്ക് പോയാലോ? നമ്മൾ പോയെന്നവരറിയണ്ടേ? അതിനെ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. എന്നാ ഞാൻ പോയി അമ്മയോടെ ഫോൺ എടുത്തിട്ട് വരാം. കല്യാണം ഇവിടെ നിന്നോ? ഇതിൽ നിന്ന് അമ്മയ്ക്കും ഹരിയെങ്കിലും മെസ്സേജ് അയക്കണം. ഓക്കെ, ഹരിയങ്ങൾ അയച്ചു. ഇനി അടുത്തത് അമ്മയ്ക്ക് അയക്കാം. ഓക്കെ, ഞാൻ ഈ ഫോൺ കൊണ്ട് തിരിച്ചു വെക്കട്ടെ. പൊക്കോ. കല്യാണി, പോവാം. ടീച്ചറും അച്ഛനും കല്യാണം കഴിക്കാന്ന് പറയാതെ നമ്മൾ തിരിച്ചു വരില്ല. ഓക്കെ? ഓക്കെ. വാ.
കല്യാണി കല്യാണി എടാ എടാ നമ്മളിനി എന്ത് ചെയ്യും? ഏ? എടാ പിള്ളേരിത് എങ്ങോട്ടാ പോയിരിക്കുന്നേ? അറിയില്ല. അമ്മ വാ. ആ ടീച്ചറെ, കല്യാണി എങ്ങോട്ടാ പോയെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഹരിയുടെ ഫോണിലേക്ക് ഏത് നമ്പറിൽ നിന്നാ വന്നേ? സുജാതാന്റിയുടെ നമ്പറിൽ നിന്ന്. നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരിനി തിരിച്ചു വരില്ല എന്ന്